നമസ്കാരം. മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഏറെ സുപരിചിതയായ നടിയാണ് പേളി മാണി. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ ആരാധകരുമായി പങ്കുവയ്ക്കാറുമുണ്ട്. അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. D4 ഡാൻസിന്റെ ഭാഗമായ ശേഷമാണ് പേളി മാണിയെ പ്രേക്ഷകർ അടുത്തറിയുന്നത്. കൗണ്ടറുകളും വ്യത്യസ്തമായ അവതരണവും കൊണ്ട് പേളി വളരെ പെട്ടെന്ന് കുടുംബ പ്രേക്ഷകർക്ക് വരെ പ്രിയപ്പെട്ടവളായി. വസ്ത്രധാരണത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലുമെല്ലാം ഒരു ടോം ബോയ് സ്റ്റൈലായിരുന്നു പേളിയുടേത്. അതുകൊണ്ട് തന്നെ പേളി വിവാഹിതയാകും, 2 കുഞ്ഞുങ്ങളുടെ അമ്മയാകും എന്നുള്ള പ്രതീക്ഷയൊന്നും പ്രേക്ഷകർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ശ്രീനിഷുമായി പേളി പ്രണയത്തിലായപ്പോൾ പ്രേക്ഷകർ വിശ്വസിക്കാൻ തയ്യാറായില്ല. ശ്രീനിഷുമായുള്ള പ്രണയം ഷോ വിജയിക്കാൻ ലവ് സ്ട്രാറ്റജി കളിക്കുന്നതാകുമെന്ന് പ്രേക്ഷകരിൽ ചിലരെങ്കിലും വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അമ്മയാകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് താനെന്ന് തുറന്നു പറയുകയാണ് പേളി മാണി. മക്കളുടെ ജനനശേഷം ജീവിതം പൂർണ്ണമായി എന്ന തോന്നൽ വന്നുവെന്നും പേളി സ്വന്തം യൂട്യൂബ് ചാനൽ പങ്കുവച്ച പുതിയ വീഡിയോയിൽ പറഞ്ഞു. ഗായിക സുജാതയും മകൾ ശ്വേതയും അതിഥികളായി എത്തിയ എപ്പിസോഡിൽ അവരുമായി സംസാരിക്കവെയാണ് തന്റെ കുടുംബത്തെക്കുറിച്ച് പേളി സംസാരിച്ചത്. ഞാനും എന്റെ കുഞ്ഞുങ്ങളെ പപ്പയുടെയും അമ്മയുടെയും അടുത്ത് ഏൽപ്പിച്ച് ജോലി തിരക്കുകളിൽ ഏർപ്പെടാറുണ്ട്. പക്ഷേ കരിയറിൽ അത്ര ബിസിയല്ല ഞാൻ. പലപ്പോഴും ബോധപൂർവ്വം ഞാനും ശ്രീനിയും വീട്ടിൽ കുഞ്ഞുങ്ങൾക്കൊപ്പം ഇരിക്കും. ഒരുപാട് വർക്കുകൾ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. മക്കളുടെ പ്രായം അതാണല്ലോ. നിറ്റാരയ്ക്ക് ഇപ്പോൾ 1 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. 3 വയസ്സൊക്കെ ആകുമ്പോൾ കാര്യങ്ങൾ മാറിയേക്കും. വേദന എടുക്കുന്നുവെന്നും അത് എവിടെയാണെന്നും അവർക്ക് പറയാൻ പറ്റുന്ന പ്രായമാകുമ്പോൾ എനിക്ക് അവരുടെ കാര്യത്തിൽ കോൺഫിഡൻസ് വരും. അമ്മയാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. മക്കൾ കൂടി വന്ന ശേഷമാണ് ജീവിതം പൂർണ്ണമായി എന്ന തോന്നൽ എനിക്ക് വന്നത്. ഞാനും ഒരുപാട് മാറി. നിലയും നിറ്റാരയും ലൈഫിൽ വന്ന ശേഷം എന്റെ ലോകം ഒരുപാട് മാറി. കാണുന്ന ലോകവും കാഴ്ചപ്പാടിലും വരെ മാറ്റങ്ങൾ വന്നു. ശ്രീനി വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാറി. പിള്ളേർ കൂടി വന്നപ്പോൾ വീണ്ടും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായെന്നുമാണ് പേളി പറഞ്ഞത്. അടുത്തിടെ ഒരു വ്ളോഗിങ്ങിൽ സംസാരിക്കുന്നതിനിടെ വൈകാതെ ഒരു ഗുഡ് ന്യൂസ് എല്ലാവരെയും അറിയിക്കുമെന്ന് പേളി പറഞ്ഞിരുന്നു. ആ വീഡിയോ വൈറലായ ശേഷം പേളി 3ാമതും ഗർഭിണിയാണെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. പിന്നാലെ പ്രതികരണവുമായി പേളിയും രംഗത്തെത്തിയിരുന്നു. ഞാൻ പ്രഗ്നന്റ് അല്ല കേട്ടോ. കുറെ പേർ ഇതേക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഒരു പെണ്ണിന് ഒരു ഗുഡ് ന്യൂസ് മാത്രമേ ഉള്ളൂ. അതൊരു ഗുഡ് ന്യൂസ് ആണ്. പക്ഷേ വേറെ എത്രയെത്ര ഗുഡ് ന്യൂസുകളുണ്ട്. എന്താണ് ഗുഡ് ന്യൂസ് എന്ന് ഞാൻ പിന്നീട് പറയാം. അത് ഞങ്ങൾ കറക്റ്റായി ചെയ്തു വരുന്നതേ ഉള്ളൂ. ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞും പോയി. ഗുഡ് ന്യൂസ് എന്നത് എഡിറ്റ് ചെയ്ത് കളഞ്ഞാൽ മതിയായിരുന്നു എന്നാണ് പേളി മാണി പറഞ്ഞത്. കഴിഞ്ഞ ജനുവരിയിലാണ് പേളിക്ക് 2ാമതും കുഞ്ഞ് പിറന്നത്. അടുത്തിടെ 2ാമത്തെ മകൾ നിറ്റാരയുടെ 1ാം പിറന്നാൾ പേളിയും കുടുംബവും വലിയ രീതിയിൽ ആഘോഷിച്ചിരുന്നു. നിറ്റാരയുടെ പിറന്നാളിന് സ്പെഷ്യൽ ഗസ്റ്റായി എത്തിയത് മഞ്ജു വാര്യരായിരുന്നു. ആദ്യമായാണ് പേളിയുടെ കുടുംബത്തിലെ ഒരു ഫംഗ്ഷനിൽ അതിഥിയായി മഞ്ജു വാര്യർ എത്തുന്നത്. പിന്നാലെ ചിത്രങ്ങൾ പങ്കുവച്ച് പേളി കുറിച്ച വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു. ഇതിനോടകം മക്കളായ നിലയും നിറ്റാരയും സോഷ്യൽ മീഡിയയിൽ താരങ്ങളാണ്. പേളിക്കും ശ്രീനിഷിനും ഉള്ളതുപോലെ ആരാധകരും ഫാൻ പേജുകളും നിലയ്ക്കും നിറ്റാരയ്ക്കുമുണ്ട്. അടുത്തിടെ നടൻ അരിസ്റ്റോ സുരേഷും പേളി വീണ്ടും ഗർഭിണിയാകുന്നുവെന്ന് പറഞ്ഞിരുന്നു. പേളി 3ാമതും ഗർഭിണിയാകാൻ പോകുന്നെന്ന് അറിഞ്ഞു. 3ാമത്തെ കുട്ടി ആൺകുട്ടിയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ആരോ പറഞ്ഞു കേട്ടതാട്ടോ. അതൊന്നും ഇനി വിവാദമാക്കണ്ട. എന്തായാലും അങ്ങനെ ഉണ്ടെങ്കിൽ ആൺകുട്ടിയാവട്ടെ. പേളി തന്റെ ഇടമുള്ള ഒരു ആൺകുട്ടിയായിരുന്നു. പേളിയെയും ശ്രീനീഷിനെയും ഞാൻ ഒരുപാട് പിന്തുണച്ചിരുന്നെങ്കിലും ആദ്യമൊക്കെ അവരുടെ ബന്ധത്തിൽ എനിക്ക് താല്പര്യക്കുറവുണ്ടായിരുന്നു. ചില തെറ്റിദ്ധാരണകൾ കാരണമായിരുന്നു അത്. പക്ഷെ അതൊക്കെ മാറി അവരുടെ വിവാഹത്തിന് ഞാൻ സജീവമായി പങ്കെടുത്തു. ജീവിതത്തിൽ അടിയന്തരമായ ഒരു ആവശ്യം വന്നപ്പോൾ പേളിയും ശ്രീനീഷുമാണ് എന്നെ സാമ്പത്തികമായി സഹായിച്ചത്. കുട്ടികളായപ്പോൾ ഞാൻ പോയി കണ്ടിട്ടില്ല. 2ാമത്തെ കുട്ടി ആൺകുട്ടിയാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചെന്നും അവരോട് പറഞ്ഞിരുന്നു. അടുത്തിടെ ബിഗ് ബോസിൽ പോയതോടെ തനിക്ക് ക്ലോസ്ട്രോഫോബിയ വന്നെന്ന് വെളിപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഒരു പേടിയും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ബിഗ് ബോസിൽ കോർണർ ഏരിയകളിൽ താൻ ഒളിച്ചിരുന്നു. ബാത്റൂമിൽ അധിക നേരം പോയി ഇരിക്കാൻ കഴിയില്ല. ഹൗസിൽ അത്രയും ദിവസം എങ്ങനെ താമസിച്ചുവെന്ന് തനിക്ക് അറിയില്ല എന്നാണ് പേളി പറയുന്നത്. ക്ലോസ്ട്രോഫോബിയ ഇല്ലാത്ത ആളായിരുന്നു ഞാൻ. പക്ഷേ ബിഗ് ബോസിൽ പോയതോടെ അത് വന്നു. പുറത്തിറങ്ങാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോഴാണ് ഈ ഫോബിയ വന്നത്. ഹൗസിലായിരുന്നപ്പോൾ ചില സമയങ്ങളിൽ പുറത്ത് പോകണമെന്ന് തോന്നുമായിരുന്നു. നമ്മളെ ചുറ്റി എപ്പോഴും ക്യാമറയുണ്ട്. എവിടെയും പോയി ഒളിച്ചിരിക്കാനും പറ്റില്ല. ബാത്റൂമിൽ പോയാൽ മാത്രമാണ് ഏകാന്തമായി ഇതിൽ നിന്നെല്ലാം വിട്ടിരിക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും പോകണമെന്നുള്ള തോന്നലൊക്കെ വന്നു. ഹൗസിലെ കോർണർ ഏരിയകളിലാണ് ഞാൻ ഹൈഡ് ചെയ്ത് ഇരുന്നിരുന്നത്. അത്തരം സമയങ്ങളിൽ ഞാനായിരുന്നു. ബാത്റൂമിൽ അധിക നേരം പോയി ഇരിക്കാൻ കഴിയില്ല. കുറെ നേരം ബാത്റൂമിൽ ചിലവിട്ടുവെന്ന് പറഞ്ഞ് വേറെ പ്രശ്നം വരും. അവസാനമായപ്പോഴേക്കും അത് എന്നെ ഒരുപാട് ട്രിഗർ ചെയ്തു. 100 ദിവസം ഞാൻ ഹൗസിൽ നിന്നു. പക്ഷെ എങ്ങനെ നിന്നുവെന്ന് എനിക്കറിയില്ല. ഇനി ഒരിക്കൽ കൂടി അതുപോലെ പോയി നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഹൗസിൽ പോയതുകൊണ്ട് വന്ന ഡിഫറൻസ് 2 ട്രോഫി വീട്ടിലിരിക്കുന്നുണ്ടെന്നാണ്. ക്ഷമയൊന്നും പറ്റുന്നില്ല. പക്ഷെ ഇനി എനിക്ക് എന്തും തരണം ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് വന്നാൽ ഇനി ഒന്നും നമുക്കൊരു പ്രശ്നമേ അല്ലെന്ന് തോന്നും. കുക്കിംഗ് അറിയാവുന്നത് കൊണ്ട് ഹൗസിൽ ജീവിക്കാൻ പറ്റുമെന്ന് അവിടേക്ക് പോയപ്പോൾ എനിക്ക് അറിയാമായിരുന്നു എന്നാണ് പേളി മാണി പറയുന്നത്. ബിഗ് ബോസിൽ നിന്നും പുറത്തെത്തിയ ശേഷമാണ് പേളിയും ശ്രീനിഷ് വിവാഹിതരാകുന്നത്. 2019 മെയ് 5-നാണ് പേളി മാണിയും ശ്രീനിഷും വിവാഹിതരായത്. ആദ്യം ക്രിസ്ത്യൻ ആചാരപ്രകാരവും പിന്നീട് ഹിന്ദു ആചാരപ്രകാരം വിവാഹം നടന്നു. 2021 മാർച്ച് മാസത്തിലാണ് നില ജനിക്കുന്നത്. വിവാഹ വാർഷിക ദിനവും
മകളുടെ പിറന്നാളുമെല്ലാം ഇരുവരും ആഘോഷമാക്കി മാറ്റാറുണ്ട്. ഇരുവരുടെയും പ്രണയവും വിവാഹവും എല്ലാം തന്നെ ആരാധകർ ഇരുകൈ നീട്ടിയാണ് സ്വീകരിച്ചത്. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരങ്ങൾ രണ്ടാളും തങ്ങളുടെ വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് അത് വാർത്തയാകുന്നത്. എന്നാൽ ബിഗ് ബോസിൽ വെച്ച് പ്രണയത്തിലായ ഇരുവരും മത്സരത്തിലെ നിലനിൽപ്പിന് വേണ്ടി അഭിനയിക്കുകയാണെന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ക്യാമറയ്ക്ക് മുന്നിൽ രഹസ്യ സംസാരം വൈറലായി മാറിയതോടെയാണ് മോഹൻലാലും ഇതേക്കുറിച്ച് ചോദിച്ചത്. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഒന്നാവാൻ ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു ഇരുവരും പറഞ്ഞത്. ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് പേളിയും ശ്രീനിഷും വിവാഹിതരായത്. മകൾ നിലയെ ഗർഭിണിയായപ്പോൾ മുതൽ അവളെ പ്രസവിക്കുന്നതിന്റെയും അവളുടെ ഓരോ വളർച്ചയുടെയും വിശേഷങ്ങളടക്കം പേളി മാണി യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. അതേസമയം കുറച്ച് നാളുകൾക്ക് മുമ്പ് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പേളിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഒരു ചാനൽ ഷോയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ താനാണ് ഗസ്റ്റ് എന്നറിഞ്ഞ് അവതാരക പിന്മാറിയെന്നാണ് അടുത്തിടെ മറീന പറഞ്ഞത്. തന്നെപ്പോലെ രൂപസാദൃശ്യമുള്ള പ്രമുഖ അവതാരക എന്ന മറീന പറഞ്ഞതോടെയാണ് പേളിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ചിലർ രംഗത്തെത്തിയത്. പിന്നാലെ ഈ നടി പേളി തന്നെയാണെന്നും മറീന പറഞ്ഞിരുന്നു. പേളി തന്നെ വിളിച്ച് മോശമായി സംസാരിച്ചു എന്നാണ് മറീന പറയുന്നത്. ആരുടെയും പേര് പറയാനോ അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യാനോ ഒന്നും ഉദ്ദേശിച്ചല്ല അന്നത്തെ സംഭവം ഞാൻ വെളിപ്പെടുത്തിയത്. പേര് പറയാതെ സംഭവം മാത്രമാണ് ഞാൻ പറഞ്ഞത്. പേളി എന്നെ സാനിഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഫോണിൽ നിന്നും വിളിച്ചിരുന്നു. എന്നോട് സംസാരിച്ചു. ഒരുപാട് കൺവിൻസ് ചെയ്യിക്കാൻ നോക്കി. വളരെ ഫേക്കായിട്ടാണ് പേളി സംസാരിച്ചത്. ഫ്ലവേഴ്സിലെ കട്ടുറുമ്പ് എന്ന ഷോയിലായിരുന്നു അത്. ശ്രീകണ്ഠൻ നായർ സാറും പേളിയും തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് സംസാരിക്കുമ്പോഴാണ് ഞാനുമായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ച് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറഞ്ഞത്. സ്വാസികയും ഉണ്ടായിരുന്നു. അപ്പോഴാണ് പുള്ളിക്കാരിക്ക് എന്നോട് പ്രശ്നമുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. പക്ഷേ പുറത്തുനിന്ന് കാണുമ്പോഴൊക്കെ പുള്ളിക്കാരി ഭയങ്കര വ്യത്യസ്തമായി പെരുമാറും. ആ സംഭവം ചാനലുകാർ പറഞ്ഞപ്പോൾ വിശ്വസിക്കാതിരിക്കേണ്ട ആവശ്യം എനിക്കില്ല. കാരണം പുള്ളിക്കാരി തന്നെ വേറൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഇങ്ങനെ ചെയ്തുവെന്ന് പറഞ്ഞിട്ടുണ്ട്. മുംബൈ ടാക്സി സിനിമയിൽ ഇവരെയായിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തത്. പിന്നീട് അവരെ മാറ്റി എന്നെ കാസ്റ്റ് ചെയ്തതും പുള്ളിക്കാരിക്ക് പ്രശ്നമായിട്ടുണ്ട്. പുള്ളിക്കാരി മോശമായി എന്നോട് സംസാരിച്ചിട്ടാണ് കോൾ അവസാനിപ്പിച്ചത്. ഞാൻ ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പുള്ളിക്കാരിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ സംസാരിച്ച് ഇൻസൾട്ട് ചെയ്തിട്ടാണ് കോൾ കട്ട് ചെയ്തതെന്നാണ് മറീന ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്.